ദുബായ് മാളിൽ വാഹനം പാർക്ക് ചെയ്യാൻ അടുത്ത വർഷം 3-ാം പാദം മുതൽ ഫീ നൽകണം. മാളിലെ പാർക്കിംഗ് നിയന്ത്രണം പ്രമുഖ ടോൾ ഓപ്പറേറ്ററായ സാലിക് ഏറ്റെടുക്കും. ദുബായ് മാളിന്റെ ഉടമസ്ഥരായ ഇമാർ മാൾസ് മാനേജ്മെന്റുമായി വെള്ളിയാഴ്ചയാണ് ഇത് സംബന്ധിച്ച ധാരണ രൂപപ്പെട്ടത്. ഇമാർ അധികൃതർ ദുബായ് മാളുമായുള്ള അന്തിമ ചർച്ചകളെ തുടർന്നാവും പാർക്കിംഗ് നിരക്കുകൾ തീരുമാനിക്കുകയെന്ന് സാലിക് അധികൃതർ വെളിപ്പെടുത്തി. മാളിലെ പെയ്ഡ് പാർക്കിംഗ് സുഗമമാക്കുന്നതിനായി സാലിക്കിന്റെ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്താനാണ് ധാരണ. ഇതിന്റെ ഭാഗമായി ടിക്കറ്റ് രഹിത പാർക്കിങ്ങിനായി ഓട്ടോമാറ്റിക് കളക്ഷൻ ഗേറ്റുകൾ സാലിക് ദുബായ് മാളിൽ സ്ഥാപിക്കും. റോഡുകളിൽ ഉപയോഗിക്കുന്നത് പോലെ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ തിരിച്ചറിയുന്ന ഡിജിറ്റൽ സംവിധാനമാകും മാളിലും പ്രയോജനപ്പെടുത്തുക. വാഹനങ്ങൾ പാർക്കിംഗ് ഏരിയയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഗേറ്റിൽ സ്ഥാപിച്ച ക്യാമറകൾ പ്ലേറ്റ് നമ്പർ പകർത്തും. ഒപ്പം പ്രവേശന സമയവും രേഖപ്പെടുത്തും. വാഹനങ്ങൾ എക്സിറ്റ് മുഖേന പുറത്തു കടക്കുമ്പോൾ വീണ്ടും ക്യാമറ നമ്പർ പ്ലേറ്റ് സ്കാൻ ചെയ്ത് പാർക്കിംഗ് സമയം എത്രയെന്ന് തിട്ടപ്പെടുത്തിയാകും യൂസർ അക്കൗണ്ടിൽ നിന്ന് ഫീസ് ഈടാക്കുക. ഇത് മുഖേന തടസ്സം കൂടാതെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനാകും. ഇമാർ മാളിലെ നിയമങ്ങൾ അടിസ്ഥാനമാക്കി വാഹനങ്ങളുടെ സാലിക് യൂസർ അക്കൗണ്ടിൽ നിന്ന് ഫീസ് കുറയ്ക്കുന്ന രീതിയിലായിരിക്കും പെയ്ഡ് പാർക്കിംഗ് നടപ്പാക്കുന്നത്. റോഡ് ട്രോൾ സംവിധാനങ്ങളിൽ നിന്ന് മാറി ഇതാദ്യമായാണ് സാലിക് സംവിധാനം മാളുകളിലേക്കും വ്യാപിപ്പിക്കുന്നത്. 2007 ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സ്ഥാപിച്ച ദുബായ് ഓട്ടോമാറ്റിക് റോഡ് ടോൾ കളക്ഷൻ സംവിധാനമാണ് സാലിക്. തടസ്സം കൂടാതെ യാത്ര എന്നാണ് സാലിക് എന്ന അറബി പദത്തിന് അർത്ഥം. മീഡിയ 1 ദുബായ്.